കലോത്സവ വേദിയിൽ ഏടാകൂടവുമായി തൃശൂരിൽ നിന്നും ഉണ്ണിയേട്ടനെത്തി. യുവതലമുറയുടെ തലച്ചോറ് ഫോൺ ഉപയോഗത്തിലാണെന്നും വല്ലപ്പോഴും ഒന്ന് തലച്ചോറ് പ്രവർത്തിപ്പിക്കണമെന്നും ഉണ്ണിയേട്ടൻ പറഞ്ഞു. ഉണ്ണിയേട്ടാ, ഇത് ഫുൾ ഏടാകൂടാണ്. ഫുള്ളായിട്ട് ഏടാകൂടം തന്നെ. ഇതെന്താ ഇതിന്റെ ഒരു പരിപാടികളൊക്കെ എങ്ങനെയാണ്? ഇതെന്ന് ചില പ്ലാസ്റ്റിക്കിന്റെ റുബിക്സ് ക്യൂബിന് പകരമുള്ള സാധനങ്ങളാണ് ഈ ഏടാകൂടം. മരം കൊണ്ടുള്ളതാണ്. പഴയ കാലത്തൊരു കളി ഉപകരണമാണ് ഈ ഏടാകൂടം. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് കേട്ടോ. ഇതെങ്ങനാ ഉണ്ണിയേട്ടാ എന്നാൽ ഈ ഒരു ആണി ഇതിനകത്ത് കയറ്റിയത്? അതൊരു ടെക്നിക്കാണ്. ഞങ്ങൾക്ക് കൂടെ പറഞ്ഞു തരുമോ? അത് പറഞ്ഞു തരില്ല, പറഞ്ഞു തരത്തില്ല. ട്രിക്കാണല്ലേ? ആവശ്യമുള്ളതിന് മാത്രമേ ഇതിന്റെ എല്ലാ ടെക്നിക്കും പറഞ്ഞു മനസ്സിലാക്കി. ഇത് എഞ്ചിനീയർമാരാണ് കൊണ്ടുപോകുന്നത്. അവർക്ക് മനസ്സിലാക്കാനുള്ളൊരു വിദ്യയാണ് ഇത്. രണ്ട് സൈഡിൽ നിന്ന് ഹോളില്ല. പക്ഷെ ഇതെങ്ങനെ കയറി? അത് കയറ്റാനൊരു വിദ്യ. മാജിക് ഒന്നുമില്ല, ടെക്നിക്ക് ഉണ്ട്. ഇതൊക്കെ എന്താ? ഏറ്റവും ടെമ്പർ കൂടിയിട്ടുള്ള ഒരു മരമാണത്. ഇത് നീക്കി കളിക്കാനുള്ളതാണ്. 10 പീസ് ഉണ്ടായിരിക്കും. ഇത് നീക്കി കളിച്ചിട്ട് രാജാവാണ് ഈ വെള്ള. രാജാവിനെ പുറത്ത് കൊണ്ടുവരണം. മന്ത്രിമാരിനെ പ്രജകളെയൊക്കെ വെട്ടിച്ചിട്ട് എടുത്തു വയ്ക്കാൻ പാടില്ല. ഈ ഒരു പീസ് ഇങ്ങനെ തന്നെയായിരിക്കണം. ഈ 4 പീസ് ഇതുപോലെയും ഈ ഒരു പീസ് ഇതുപോലെ ആയിരിക്കണം. ഇത് നീക്കി കളിച്ചിട്ട് വെള്ള പീസിന് മാത്രം പുറത്ത് കൊണ്ടുവരണം. ഈ വെള്ള പീസ് എന്ന് പറയുന്നത് രാജാവാണ്. ശ്രമിച്ചു നോക്കട്ടെ. ഇതെല്ലാം പ്രജകളാണ്. ഈ പ്രജകളെ രാജാവിനെ മാറ്റിയിട്ട് നമുക്ക് രാജാവിനെ പുറത്ത് കൊണ്ടുവരാൻ കഴിയണം. ഏടാകൂടം തന്നെ നീങ്ങുന്നില്ലല്ലോ. പഴയ കാലത്തൊരു കളി ഉപകരണമാണ് ഇത്. ഇപ്പോഴത്തെ ലൂഡോ പോലെയൊക്കെ എനിക്ക് തോന്നുന്നു പഴയ കാലത്തെ ഏറ്റവും നല്ല കളികളാണല്ലോ. ഉണ്ണിയേട്ടന് ബുദ്ധി എനിക്ക് പറ്റും. പക്ഷെ ഞാൻ അത് എളുപ്പമല്ല. ഇത് എങ്ങനെ കണ്ണടച്ചാലും ഇത് എളുപ്പമല്ല. ഇത് കൊണ്ടുപോകുന്നവർക്ക് ഇതിൻ്റെ ഫോൺ നമ്പർ അടക്കം അതിൽ ബോർഡിൻ്റെ മുകളിലുണ്ടായിരിക്കും. അവർ നീക്കി കളിച്ചിട്ട് ശരിയാവണില്ലെങ്കിൽ ബോർഡ് പ്രകാരം അവർ വിളിച്ചു വെച്ചാൽ വീഡിയോ അയച്ചു കൊടുക്കും. നീക്കുന്നു, കളിക്കുന്നു, കറക്റ്റ് ചെയ്ത് വെക്കുന്നൊക്കെ വീഡിയോ അയച്ചു കൊടുക്കും. വേറെ ഏതൊക്കെ ഏടാകൂടമാണുള്ളത് ഇതിനകത്ത്? എല്ലാ ഏടാകൂടം തന്നെ. ഏത് ഏണെങ്കിൽ എടുത്ത് നോക്കും. അത് കയറ്. ഈ വളയന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണം. കയർ ഇതുപോലെ ഇവിടെ എടുക്കുകയും വേണം. ഈ കയറിന്ന് ലൂസാക്കിയിട്ട് വേണം ഈ വളയനെടുക്കും. പക്ഷേ ഇതെങ്ങനെ എടുക്കാൻ കഴിയും? ഇവിടെ നിന്ന് ഈ മണി കാരണം കൊണ്ട് ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റില്ല. അറിഞ്ഞിട്ട പേരാണല്ലേ ഏടാകൂടം? ഞാനിട്ടതല്ല, കാരണന്മാർ വെച്ചിട്ടുള്ള പേരാണ്. അത് ഊരാൻ പാടില്ല. അത് കിട്ടില്ല, അതിലൊന്നും കിട്ടില്ല. അതും ഇതുപോലെ തന്നെയാണ്. അത് പൊട്ടിക്കാൻ പാടില്ല. ഒരെണ്ണവും പൊട്ടിക്കാൻ പാടില്ല. സ്വയം പൊട്ടിക്കാതെ എടുക്കാൻ കഴിയണം. അതിനാണ് ബ്രെയിൻ വർക്ക് ചെയ്യേണ്ടത്. എല്ലാ സാധനങ്ങളും പൊട്ടിക്കാതെ എടുത്ത് വർക്ക് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ബുദ്ധി. തലച്ചോറിന് വല്ലപ്പോഴൊക്കെ നമ്മൾ പണി കൊടുക്കണം അല്ലേ? ബുദ്ധി വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണ്ടല്ല. തല്ലി പൊട്ടിച്ചിട്ടപ്പോൾ അത് എടുത്തിട്ട് ഉണ്ടാക്കാം. ഉണ്ണിയേട്ടാ, അതേപോലെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ആണെങ്കിൽ ഒരുപാട് ഫോണിനകത്ത് അങ്ങ് അഡിക്റ്റഡ് ആണ്. പബ്ജി അത് ഇതൊക്കെ പറഞ്ഞു. ഇതേപോലെ ഏടാകൂടമൊക്കെ അവർ ചെയ്യേണ്ട ഒരു സാധനം. എളുപ്പമാണ്. പഠിക്കാനുള്ള താല്പര്യം വാങ്ങിക്കുള്ളൂ. ഇത് ഏടാകൂടം തന്നെ. ഇത് 12 പീസാണ് അഴിച്ചു കഴിഞ്ഞാൽ. ഈ 12 പീസിന് ഇതുപോലെ തന്നെ. ഇത് രണ്ട് സൈഡിലേക്ക് ലോക്ക് ഉണ്ടായിരിക്കും. രണ്ട് സൈഡിലത്തെ ലോക്ക് അഴിച്ചാൽ മാത്രമേ ഇത് വേറെ കിട്ടും. ഇത് 12 പീസ് വേറൊരു ഏതാ. ഇതിനെ കിലിക്കാൻ പറ്റിയെന്നാണ് പറയും. അതിനുള്ളിലൊരു ബോളുണ്ട്. 3 സൈഡിലേക്ക് ലോക്ക് അഴിച്ചെടുത്താൽ മാത്രമേ കിട്ടൂ. കിലിക്കാൻ പറ്റിക്ക് നല്ല കിലിക്കും. പെട്ടെന്ന് നമുക്കൊരു കാര്യം കണ്ടാ ഉണ്ണിച്ചേട്ടനെ കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ? അതില്ല, അത് വീട്ടിൽ പോയിട്ട് പരിശ്രമിക്കും. ഞാൻ പരിശ്രമിക്കാതെ നമുക്കൊന്നും നടക്കില്ല. ഇപ്പൊ പുതിയതായിട്ട് കണ്ടുപിടിച്ചേക്കുന്ന ഏടാകൂടം എന്താണ്? പുതിയതായിട്ട് കണ്ടുപിടിച്ചൊക്കെ വീട്ടിലാണ്. അങ്ങോട്ട് കൊടുത്തിട്ടില്ലേ? നടക്കില്ല. അതൊന്നും പെട്ടെന്ന് വലിയ സാധനങ്ങളാണ്. 35 പീസും 40 പീസിൻ്റെയൊക്കെ സാധനങ്ങളാണ്. അല്ല, ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്ത് കാണിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഫ്രീ ആയിട്ട് ചെയ്തു തരില്ല. സ്വയം പഠിക്കാനുള്ളതാണ്. സ്വയം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വാങ്ങി വയ്ക്കുന്ന ആൾക്ക് ഞാൻ അത് പറഞ്ഞത് എങ്ങനെ. ഏടാകൂടം വേറെ എന്തെങ്കിലും ബാഗിലുണ്ടോ? അടുത്ത ഏടാകൂടം. എൻ്റെ പൊന്നുണ്ണിയേട്ടാ, നിങ്ങളിതൊക്കെ എങ്ങനെ ഒപ്പിക്കുന്നു? ഈ കയറ് മാത്രമാണ് ഇതിനകത്ത് നിന്ന് എടുക്കുകയും വേണം. ഇതേപോലെ കൊടുന്ന് എത്തിക്കുകയും വേണം. കയറിൻ്റെ ലോക്ക് ചെയ്യാൻ അങ്ങ് പൊട്ടിക്കട്ടെ? ഇതെടുക്കാൻ പറ്റില്ല. പൊട്ടിക്കാനൊന്നും പാടില്ല. എവിടെയും പൊട്ടിക്കാൻ പാടില്ല. അല്ലാതെ തന്നെ ഈ സാധനം പുറത്തെടുക്കാൻ കഴിയും. നോക്കട്ടെ. ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ എപ്പോഴും ഫോണിലാണ്. അവർക്ക് ഈ തലച്ചോറ് പ്രവർത്തിക്കുന്നില്ലെന്ന് തോന്നല്ലേ? ഫോണിൽ കളിക്കാൻ നമുക്ക് പൈസ ഉണ്ടാവുമല്ലോ. എത്ര വില പിടിച്ച ഫോൺ വേണമെങ്കിലും രക്ഷിതാക്കൾ വാങ്ങിച്ചു കൊടുക്കും. ഇതേ സാധനങ്ങൾ ആരും വാങ്ങിച്ചു കൊടുക്കില്ല. ഉണ്ണിയേട്ടന് ഈ ഫോൺ ഉപയോഗമൊക്കെ മാറ്റിയിട്ടേ എല്ലാവരും ഈ ഏടാകൂടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തലച്ചോറൊക്കെ അത്യാവശ്യം കുറച്ച് തലച്ചോറ് പ്രവർത്തിക്കും. ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തിക്കും. ബുദ്ധിയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. തലച്ചോറ് ഫോണാകുമ്പോൾ തലച്ചോറിലേക്ക് വേറെ സംഭവങ്ങൾ വരും. ഒരു പ്രാവശ്യം നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് മനസ്സിലാവോ? ടെക്നിക്ക് പിടികിട്ടും. ചിലത് മനസ്സിലാവും, ചിലത് മനസ്സിലാവില്ല.
ഏടാകുടത്തിൽ ഞാനിവിടെ വന്നിട്ട് ആകെ ഒരു കണ്ണി ഇവിടുന്ന് അകത്തി. അപ്പോഴാണ് എൻ്റെ അടുത്ത് ഉണ്ണിയേട്ടൻ പറയുന്നത് ഇത് അഴിക്കലല്ല പണി, തിരിച്ച് റീസെറ്റ് ചെയ്യാനാണെന്നുള്ള കാര്യം ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. ഏടാകുടം നമ്മൾ വിചാരിക്കുന്നതല്ലോ കേട്ടോ. അത്യാവശ്യം നമുക്ക് തലച്ചോറൊക്കെ ഒന്ന് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഫോണിൽ നിന്ന് മാറി നിൽക്കണമെന്നൊക്കെ ഉള്ളവർ ഈ ഏടാകുടം ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇഷ്ടംപോലെ സാധനങ്ങളാണ് ഏടാകുടത്തിലുള്ളത്. നമുക്ക് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം തലച്ചോറൊക്കെ ഒന്ന് പ്രവർത്തിക്കാൻ പറ്റുമെന്നാണ് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞത്. അപ്പം ക്യാമറമാൻ ജിഷ്ണു കെയറിനോടൊപ്പം രേണുക രാജേന്ദ്രൻ, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.